ഹലോ ഗായ്സ്, അങ്ങനെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയൊക്കെ കണ്ട് എല്ലാവരും പേടിച്ച് വരച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാൻ ആ പ്രൊമോയായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇടാഞ്ഞത് കൊണ്ട് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനുമോൾ പുറത്തായി എന്നൊക്കെയുള്ള ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരിക്കലും അനുമോൾ ഔട്ടായിട്ടില്ല. വെറുതെ എന്തിനാണ് പ്രൊമോയെ സംബന്ധിച്ച് നമ്മൾ പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രൊമോ ഒരിക്കലും നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ടോട്ടലി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അവർ കുറേ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെയും വീഡിയോ ഇടായിരുന്നത്. ലൈവ് കണ്ടതിന് ശേഷം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പം ലൈവ് കഴിഞ്ഞു. നമ്മുടെ അനുമോളും ഇതെന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് പൈസ ഒരു ഇന്നോവ കാറിൽ വെച്ചിട്ടുണ്ട്. ആ സമയം 1 മിനിറ്റ് സമയമാണ്. ആ സമയത്തിനുള്ളിൽ ഈ കാറിൽ നിന്ന് പോയിട്ട് അവർ ആദ്യം ഫ്രണ്ട് ഡോർ തുറന്നിടും. അപ്പോൾ ബസർ അടിക്കുമ്പോൾ ഈ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ കാറിനകത്തുനിന്ന് മാക്സിമം ക്യാഷ് കളക്ട് ചെയ്ത് ആ ക്യാഷുമായിട്ട് അകത്തേക്ക് 1 മിനിറ്റിനുള്ളിൽ കയറണം. ക്യാഷ് ഇല്ലാതെയും കയറാം, ക്യാഷ് ഉണ്ടായിട്ടും കയറാം. പക്ഷേ കയറാതെ ഏതെങ്കിലും രീതിയിൽ മിസ്സായി പോയി കഴിഞ്ഞാൽ അവർ പുറത്തു പോകും എന്നുള്ളതായിരുന്നു. ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ധൈര്യം വേണ്ടുന്ന ഒരു ടാസ്ക്കാണ്. കാശിന് എല്ലാ മനുഷ്യനും ആവശ്യമുണ്ട്, അത് കറക്റ്റാണ്. പക്ഷേ ഈ ഒരു ധൈര്യത്തോടു കൂടി ഈ ടാസ്കിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ആർക്കാണ് അതിന് ആവശ്യമുള്ളത്, നിങ്ങൾ ആർക്കാണ് ധൈര്യമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പ്രധാനപ്പെട്ട അനീഷ ഓൾറെഡി എപ്പോഴും ലാലേട്ടനോടും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ക്യാഷ് അല്ല, എനിക്ക് ഫെയിമാണ്, എനിക്ക് 100 ദിവസം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അനീഷിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ വേറെ ധൈര്യപൂർവ്വം എഴുന്നേറ്റത് നിവിൻ എഴുന്നേറ്റു. പക്ഷേ നിവിന് പറ്റില്ലല്ലോ. അപ്പോൾ അക്ബർ ആയിരുന്നു, അക്ബർ അതുപോലെ അനുമോളായിരുന്നു ക്യാഷിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ അനുമോൾ ഓടുന്ന ഒരു പ്രൊമോയും കാര്യങ്ങളും ഒക്കെയാണ് കാണിച്ചത്. അപ്പോൾ എല്ലാവരോട് വിചാരിച്ചു അനുമോൾ ഔട്ടായി എന്നും. ഒരിക്കലുമില്ല, അനുമോളാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് കളക്ട് ചെയ്തുകൊണ്ട് വന്നത്. ഇവർ എന്തായാലും ബസർ അടിച്ചപ്പോൾ ഇവർ പുറത്തേക്ക് ഓടി. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഓടുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വാതിൽ നിൽപ്പുണ്ടായിരുന്നു. ബിഗ് ബോസ് പറഞ്ഞ് യാത്ര ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരോടും പോയി യാത്ര ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. എല്ലാവരെയും വന്നിട്ട് 3 പേരും തിരിച്ചു വന്നിട്ട് ഇവർ 3 പേരും ആയിരുന്നല്ലോ അവർ 3 പേരും പോകാനാണ് തയ്യാറായത്. അപ്പോൾ അവർ വന്ന് കെട്ടിപ്പിടിച്ചു, എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ചു. എല്ലാവരും പറഞ്ഞ് വേഗം പോയിട്ട് വരാൻ. പിന്നെ ഇവർ തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി, 3 പേരും കൂടി ക്യാഷ് ഡിവൈഡ് ചെയ്യാം, മാക്സിമം എത്രയും പെട്ടെന്ന് മാക്സിമം ക്യാഷ് കളക്ട് ചെയ്തിട്ട് ഓടി ഇറങ്ങാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഒരു ധാരണയുണ്ടാക്കി. ആ ധാരണ പ്രകാരമാണ് ഇവർ ഓടിയത്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം എല്ലാവരും ഒരുമാതിരി ശ്വാസം പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്വാസം പിടിച്ച് നിൽക്കുന്നത് ഒന്ന് നൂറയും ഒന്ന് അനീഷേട്ടനുമാണ് കേട്ടോ. അനീഷേട്ടന് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. അനീഷേട്ടൻ പിന്നെ തൊഴുതുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി അനുമോള് പുറത്ത് പോകുന്നതിൻ്റെ ഒരു സങ്കടമായിരിക്കാം എന്ന് ഞാൻ വ്യാഖ്യാനിച്ചാൽ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. ഇത് ഇഷ്ടമില്ലാത്തവർക്ക്, അവരുടെ കോമ്പോ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങളീ പറയുന്നതൊന്നും ശരിയല്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എന്തോ ആയിക്കോട്ടെ, എനിക്ക് ആ കോമ്പോ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയും. അനീഷേട്ടന് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു അനുമോള് ഓടിപ്പോകുന്നത് കൊണ്ട്. കാരണം 1 മിനിറ്റ് സമയമാണ്. സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഈ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് സാഹചര്യത്തിൽ ഇവർക്ക് കയറാൻ പറ്റിയില്ല എങ്കിൽ ഇവർ പുറത്താകും എന്നുള്ളൊരു ടെൻഷൻ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കാണുന്നത് അനീഷേട്ടൻ്റെ മുഖത്ത് തന്നെയാണ്. പിന്നെ നൂറയെ സംബന്ധിച്ചുള്ള നൂറയ്ക്ക് ഇപ്പോൾ അവർ പോയാലും പോയില്ലെങ്കിലും എന്തായാലും ടോപ്പ് 5 അതിൽ വരുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഒരാൾ ടോപ്പ് 5 എത്തിയല്ലോ. ഇപ്പം ഇവർക്ക് തന്നെ നല്ലൊരു എമൗണ്ട്, ഇവർക്ക് 2 പേർക്കും കൂടി ഇപ്പോൾ തന്നെ പേയ്മെൻറ്റ് ഇനത്തിൽ നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടെൻഷനിൽ അവർ നോക്കി നിൽക്കുന്നു. ബസർ ആദ്യം ഡോറ് തുറന്ന് 3 പേരും ഡോറ് തുറക്കുമ്പോൾ ഓടാൻ പാടില്ല. ബസർ കേൾക്കുമ്പോൾ മാത്രമാണ് ഓടേണ്ടത്. ബസർ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 3 പേരും കൂടി നിരന്ന് നിൽക്കുമായിരുന്നു. പിന്നീട് പറഞ്ഞു അക്ബർ അപ്പുറത്തെ സൈഡിലോട്ട് നിൽക്കാൻ പറഞ്ഞു. കാരണം ഓടി വരുമ്പോൾ ചിലപ്പം ഒരാളുടെ ആൺകുട്ടികളല്ലേ, ചിലപ്പോൾ സ്പീഡിൽ ഓടുമ്പോൾ അനുമോൾ ഫ്രണ്ടിലല്ല, അനുമോൾ കൊച്ചു കുട്ടിയായിട്ടല്ലേ നിൽക്കണം. അവൾക്ക് നീളം കുറവല്ലേ, കാലം കാണാൻ തട്ടി മറിഞ്ഞു വീണാലോ. അങ്ങനെ എന്തായാലും അക്ബർ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്ന് നിന്നു. 3 നേരം 3 നിരപ്പിൽ നിന്നു. അപ്പോൾ ഡോർ കുറച്ചേ ആദ്യം തുറന്നിട്ടുള്ളായിരുന്നു, പിന്നീട് ഫുള്ള് തുറന്നു. ആ ഡോറിൻ്റെ ഇടയിൽ കൂടെ ഓടിയിട്ട് കുറച്ച് അപ്പുറത്താണ് ഒരു ഇന്നോവ വണ്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നോവ വണ്ടിയുടെ അവിടെ നിന്ന് അത് തുറന്നിട്ട് അതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഓരോ നോട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അത് ഡാഷ്ബോർഡിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർപ്പറ്റിൻ്റെ അതിനടിയിലുണ്ട്, മാറ്റിനടികളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഡിക്കിയിലുണ്ടായിരുന്നു, ചിലപ്പോൾ ബോണറ്റിലുണ്ടാവും. ബോണറ്റ് ഇവർ തുറന്നു നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ തിരയുന്ന സമയം കൊണ്ട് സമയം കളയരുത് എന്നുള്ളതാണ്. അപ്പോൾ കൗണ്ട് ചെയ്ത് വേണം ഇവർ ഓടാൻ എന്നുള്ളത് അവർ തന്നെ എനിക്കൊന്ന് ഡിസൈഡ് ചെയ്തു. അക്ബറാണ് ആദ്യം എണ്ണിക്കൊണ്ടിരുന്നത്. 1 2 3 എന്ന രീതിയിൽ കൗണ്ട് ചെയ്തിട്ടാണ് അവർ ഓടി തുടങ്ങിയപ്പോൾ തന്നെ കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 10 സെക്കൻഡ് മുന്നിൽ അവർ സത്യത്തിൽ പറഞ്ഞാൽ തിരിച്ചെത്തി കേട്ടോ. 10
10 സെക്കൻഡ് മുന്നെത്തി 27 വരെ 27 വരെ അക്ബർ കൗണ്ട് ചെയ്തു. അതിനുശേഷം 26 വരെ 27, 28, 29 എന്ന് പറഞ്ഞ് അനുമോളാണ് ഉറക്കെയാണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ടൈമിനുള്ളിൽ എത്താൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. 1 മിനിറ്റിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് അവർ ഈ പണിപ്പുര ടാസ്ക് ചെയ്തുകൊണ്ട് അവർക്കത് എളുപ്പമായിരുന്നു. കാരണം 1, 2, 3, 4 എന്നൂടെ കൗണ്ട് ചെയ്താൽ മതിയല്ലോ. അതൊരു റിസ്കി ടാസ്ക്കാണെന്ന് വെച്ചാൽ റിസ്ക് തന്നെ ആയിരുന്നു. കാരണം ഏതെങ്കിലും ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവർക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ അവർ ഔട്ടാവണം. അവർക്ക് അറിയില്ലല്ലോ ആരാണ് ടോപ്പിൽ നിൽക്കണത്, ആരാണ് ടോപ്പ് 5 വരാൻ പോണത്, അങ്ങനെയുള്ള അറിയാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തതായിട്ട് എനിക്ക് തോന്നിയത് അനുമോളും അക്ബറും തന്നെയാണ്. കാരണം അനുമോളും അക്ബറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലെ സംബന്ധിച്ചോളം നൂറ ഓൾറെഡി ടോപ്പ് 5 എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവർക്ക് രണ്ടുപേരും ഒരു വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണ്, അവർ ദമ്പതികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെസ്ബിയൻസ് അവരിന് പ്രശ്നമില്ല. അപ്പോൾ അവർക്ക് റിസ്ക് എടുക്കുന്നതിൽ അവരുടെ റിസ്കിനെ നമുക്ക് അത്ര വലിയ റിസ്ക്കാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അനുമോളും അക്ബറും എടുത്തതൊരു ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ആ റിസ്കിനെ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. കാരണം ആ ഒരു റിസ്ക് വലിയ റിസ്ക്കാണ് അവർ ഏറ്റെടുത്തത്. ആ റിസ്കിൽ ഒരു മാക്സിമം 1, 2, 3 എന്ന് എണ്ണി തന്നെ കൗണ്ട് ചെയ്ത് തന്നെ പോയി. കാറിൻ്റെ അടുത്ത് വരെ എണ്ണി അത് കഴിഞ്ഞിട്ട് ഡോറ് തുറന്നിട്ടു. ആദ്യം തന്നെ അക്ബർ ബാക്കിൽ ഡിക്കിയാണ് തുറന്നത്. അപ്പോൾ ഡിക്കിയിൽ ഇത്രയും പൈസ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അനുമോൾ ഡാഷ്ബോർഡിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. ഫ്രണ്ട് ഡോറ് പിന്നെ ബോണറ്റ് തുറക്കാനായിട്ട് പറ്റിയില്ല. എന്തായാലും ആദിലയും ഡോറൊക്കെ തപ്പുന്നുണ്ടായിരുന്നു. ബാക്കിലെ സ്ഥലത്താണ് ആദില കയറിയത്. ആദിലേക്ക് ഒരു കെട്ടേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കെട്ടെന്ന് പറയുന്നത് 20,000 രൂപയാണ്. അപ്പോൾ അനുമോൾ കളക്ട് ചെയ്ത് 7 കെട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ അക്ബർ കളക്ട് ചെയ്തത് 3 കെട്ടാണ്. അങ്ങനെ ടോട്ടൽ അവർ 2,20,000 രൂപയാണ് ടോട്ടൽ കളക്ട് ചെയ്തത്. അപ്പോൾ ഇന്നോവയുടെ പല സ്ഥലങ്ങളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പല സ്ഥലങ്ങളെ തിരയാനുള്ള ഒരു സമയമുണ്ട്, അതേ ഉള്ളായിരുന്നു ഇതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെയായിരുന്നു വാതിലിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൗണ്ട് ചെയ്യുമ്പോൾ ഇത്ര സെക്കൻഡിനുള്ളിൽ എത്താൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. തിരിച്ചവർ കയറി കഴിഞ്ഞ് വീണ്ടും 10 സെക്കൻഡും കൂടി, ഒരു 9 സെക്കൻഡും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയമേ അവരെടുത്തോളും. മാക്സിമം അവർക്ക് പറ്റുന്നത്രയും കളക്ട് ചെയ്തു. കാരണം നമ്മൾ ഭയങ്കര അത്യാഗ്രഹം ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് 50 47 വരെയൊക്കെ അവർ എണ്ണി, 47 ഒക്കെ ആയപ്പോൾ തന്നെ എണ്ണി അവർ പോരാനും ഭാവിച്ചു. അപ്പോഴത്തേക്ക് തന്നെ അവരെത്തി. എന്തായാലും ഒരു നല്ല ടാസ്ക് തന്നെയായിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അനുമോൾ ഔട്ടായി എന്നോട് പറയുന്ന ഒരു വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടു. പക്ഷേ പ്രൊമോ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ തോന്നിയില്ല. കാരണം ഈ TRP ഇല്ലാതെ കിടക്കുവാണ്. ഇന്നലെയൊക്കെ വളരെ ശോകമായിരുന്നു. അപ്പോൾ അവർ TRP റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കളിച്ച ഒരു പ്രൊമോ ആണ്. അനുമോൾ ഔട്ടായി എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ടെൻഷനാവും. അനുമോൾക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഫസ്റ്റ് ഓർ സെക്കൻഡ് കിട്ടേണ്ട ആളല്ലേ, പിന്നെ എന്തിനാണ് ഈ പണിക്ക് പോയത് എന്നുള്ളൊരവസ്ഥയിലേക്ക് എല്ലാവരും ഭയങ്കര ടെൻഷനോട് വെയിറ്റ് ചെയ്യും. എന്നുള്ളത് കൊണ്ട് തന്നെ TRP കുത്തനെ കൂടുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ അതിനുള്ള ബെനിഫിറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രൊമോ ഉണ്ടാക്കിയത്. എന്തായാലും അനുമോൾ വളരെ സക്സസ് ആയിട്ട് ഈ ഒരു ഉദ്യമത്തിൽ വിജയിച്ച് തന്നെ വന്നു. പുറത്ത് നിന്ന് ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട് അനീഷേട്ടൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അനീഷേട്ടൻ ഉണ്ടായിരുന്നു. ഇവർ മാക്സിമം ക്യാഷൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ പല ആൾക്കാരുടെ മുഖത്ത് നിരാശയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പം പല ആൾക്കാരെന്ന് പറഞ്ഞാൽ സാബുമാൻ, അതുകൊണ്ടല്ലേ ഷാൻവാസ്ക, അതുപോലെ തന്നെ നിവിൻ പിന്നെ ഓൾറെഡി പിന്നെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം നമ്മളൊരു കാര്യം ആലോചിക്കുമ്പോൾ നിവിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. കാരണം നിവിന് ഒരു മണി ടാസ്കിൽ ഒരു ടാസ്കിൽ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതൊരു ശിക്ഷയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും നമുക്ക് കാണുമ്പം ഭയങ്കര ഒരു വിഷമമാണ്. കാരണം ടാസ്കുകൾ പങ്കെടുക്കാൻ കഴിയുന്നത് ഒരു സന്തോഷമല്ലേ, ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഒഴിച്ചു നിർത്തപ്പെടുന്ന ഒരവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് നിവിന് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് തന്നെയാണ്. ബാക്കിയുള്ള എനിക്കൊന്ന് സാബുമോൻ, ഷാനവാസ് ഇവരുടെയൊക്കെ മുഖത്ത് ഭയങ്കര ഒരു നിരാശാഭാവമായിരുന്നു. പിന്നെ അനീഷേട്ടൻ തന്നെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എണ്ണിക്കൊണ്ടിരിക്കുന്ന ഇനി 8 സെക്കൻഡ് 10 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് കണ്ടില്ലേ, ഒരാൾ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അനീഷേട്ടൻ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, 2 കൈയും കൂപ്പിയിട്ട് അവരകത്ത് കയറി വരണേന്ന്. ഇതൊക്കെയാണ് റിയൽ മനുഷ്യൻ. ഇതല്ലേ ഹ്യൂമാനിറ്റി. ഇതൊരു ഗെയിം സ്പിരിറ്റ് അല്ല. കാരണം അവരെ എത്രയും പെട്ടെന്ന് വരണം. പ്രേക്ഷകരെ പുറത്താക്കുന്നതും ഇങ്ങനെ നമ്മൾ ചലഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പോണതും രണ്ടും രണ്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അനീഷേട്ടനെയാണ് റിയൽ ഒരു ഹ്യൂമൻ ബിഹേവിയർ ഉള്ള മനുഷ്യൻ. അത് മറ്റുള്ളവർക്ക് കേട്ടിട്ട് കുരു പൊട്ടേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ എന്തായാലും വളരെ സക്സസ് ആയിട്ട് 3 പേരും 10 സെക്കൻഡ് ഒരു 8 സെക്കൻഡൊക്കെ ഉള്ളപ്പോൾ 3 പേരും കയറി. ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൈയടിച്ച് 3 പേരും കയറി.
അപ്പോൾ അതൊരു ഹാപ്പിനെസ് തന്നെയായിരുന്നു. എന്തായാലും വലിയൊരു ചലഞ്ചാണ് അവർ ഏറ്റെടുത്തത്. ആ ചലഞ്ചിന് നമ്മൾ തീർച്ചയായിട്ടും അവർക്കൊരു നല്ലൊരു കൈയടി കൊടുത്തേ പറ്റൂ. അവർ വലിയ ചലഞ്ച്, കാശിന് വേണ്ടിയാണോ ഇല്ലയോ, അതെന്തായാലും ഒരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. ആ ചലഞ്ചിൽ അവർ 3 പേരും വിജയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പേരും കൂടി 2,20,000 രൂപയാണ് കളക്ട് ചെയ്തത്. അതിൽ 7 കെട്ടാണ് നമ്മുടെ അനുമോൾ കളക്ട് ചെയ്തത്. 7 കെട്ട് കളക്ട് ചെയ്തു. 1 കെട്ട് പിന്നെ ആദില കളക്ട് ചെയ്തു. 3 കെട്ട് അക്ബർ കളക്ട് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഡിവൈഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഇതിലുണ്ട്. 3 പേരും കൂടി ഡിവൈഡ് ചെയ്തെടുക്കാം എന്ന് അവർ നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ പ്രകാരം തന്നെയായിരിക്കും അവർ ഡിവൈഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, നമ്മുടെ അനുമോളുടെ കയ്യിൽ നിറയെ പൈസ ഇരിക്കുന്നുണ്ടല്ലേ. ഇത്രയും കെട്ട് വാരി പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു വരുവാണ്. അനീഷിൻ്റെ പുറകിൽ ഇങ്ങനെ നടന്നു വരുന്ന അനുമോളെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഇതാണ് എന്തായാലും നല്ലൊരു അടിപൊളി ഒരു ടാസ്ക് ആയിരുന്നു. എനിക്ക് ഇത്രയും മണി വീക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്കുകളിൽ ഒന്നാണ് ഇത്. കാരണം അത്രമാത്രം നമ്മൾ ഭയങ്കര ഒരു ഹൃദയമിടിപ്പോടുകൂടി എന്ന് കണ്ടതാണ്. കാരണം അനുക്കുട്ടി പുറത്ത് പോകുമോ, അയ്യോ അനുമോട് പുറത്ത് പോകുമോ, അനുമോൾക്ക് കയറാൻ പറ്റും. എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെയായിരുന്നു. അല്ലാണ്ട് പിന്നെ അക്ബറും പുറത്ത് പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഉള്ളത് പറയണമല്ലോ, അക്ബറും അനുമോളും കയറി വരണം. അതിൽ പുറത്ത് പോയാലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അതിൽ ഔട്ട് ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതിലൂടെ അത്രയ്ക്കും വൃത്തികെട്ട ബിഹേവിയറാണ്. അപ്പം അതുകൊണ്ട് തന്നെ അനുമോളും അക്ബറും തീർച്ചയായിട്ടും അകത്ത് കയറി വരണം. അവർ അകത്ത് കയറി വരേണ്ട ആവശ്യമുണ്ട്. പുറത്താക്കുന്നെങ്കിൽ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് പുറത്താവട്ടെ. അല്ലാതെ അവർ എടുത്ത ഒരു ധൈര്യത്തിൻ്റെ പേരിൽ, ഒരു റിസ്കിൻ്റെ പേരിൽ ഒരിക്കലും അവർ പുറത്ത് പോകാൻ പാടില്ല. കിട്ടിയ കാശും കൊണ്ട് അവർ അകത്ത് കയറി വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. തീർച്ചയായിട്ടും 100% ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കയറി വന്നാൽ എനിക്ക് സന്തോഷം. അതിലുള്ള കാര്യം എനിക്കിവിടെ പറയാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. എന്തായാലും നല്ലൊരു ടാസ്ക് ആയിരുന്നു ഗൈസ്. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരാം. ഇനി അടുത്ത നമ്മുടെ അനീഷേട്ടൻ്റെയും അനുമോളുടെയും കിച്ചണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പിണങ്ങുന്നൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വന്ന് കാണുക. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, അത് ഇഷ്ടമായാലും ഇഷ്ടമല്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകുക. ബിഗ് ബോസൊക്കെ തീർന്നാലും നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. നമ്മൾ ട്രാവൽ വ്ളോഗ്സ്, കുക്കിംഗ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോയി ഫുഡ് വ്ളോഗ്സ് ഒക്കെ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും. നമ്മുടെ കൂടെ തന്നെ കൂടിക്കോ. നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെയുള്ള വീഡിയോസ് ഇടും, സ്കിറ്റുകളിടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്ക് ബായ്.